ഹൈഫൈ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിനു ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്കിനി ബാക്കി കഥയിലേക്ക് കടക്കാം. അങ്ങനെ ജീസ കീടങ്ങിനെ രക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കും. കീടങ്ങിനാണെങ്കിൽ ഇതിലും ഭേദം അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു എന്ന് തോന്നിപ്പോകും. തന്നെ രക്ഷിച്ചുകൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൻ ജീസങ്ങിനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സേഫായി പുറത്തിറങ്ങിയിട്ട് അവർ 5 പേരും കൂടി ഒരു ഷോപ്പിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. യാക്സോൺ തന്നെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യും. തൻ്റെ ലിവറാണ് മാറ്റിവെച്ചത്, തനിക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് അയാൾ പറയും. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൊന്യോ പറയും, ഹോളിവുഡിൽ സൂപ്പർ ഹീറോസിനൊക്കെ ഉള്ളതുപോലെ നമുക്കും ഓരോ പേര് വെച്ചാലോ എന്ന്. അപ്പോൾ വൻസോ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ട്രോങ്ങും ആളുകളെ സേവും ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് എന്നെ 9 ഗേൾ എന്ന് വിളിച്ചാൽ മതിയെന്ന്. സൊന്യോ പറയും, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഫ്രഷ് മാനേജർ അല്ലായിരുന്നു, അതുകൊണ്ട് തനിക്ക് ഫ്രഷ് വുമൺ എന്ന് പേര് വെക്കാമെന്ന്. വൻസോ പറയും, ജീസങ് ഓക്സിജൻ ടാങ്ക് അല്ലേ, അതുകൊണ്ട് നമുക്ക് ജീസങ്ങിനെ ടാങ്ക് ബോയ് എന്ന് വിളിക്കാമെന്ന്. കീടങ്ങിന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവന് ബ്ലൂടൂത്ത് മാൻ എന്ന് അവർ പേര് വയ്ക്കും. പക്ഷെ സൊന്യോ പലപ്പോഴും കീഡോങ്ങിനെ ബ്ലൂടൂത്ത് എന്നുള്ളത് തെറ്റിച്ച് ബ്ലൂസ് മാൻ എന്ന് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. യാക്സോൺ അയാൾക്ക് സ്വന്തമായിട്ടൊരു പേര് നൽകും. അയാൾ പറയും, താൻ ആളുകളെ സേവ് ചെയ്ത് അവർക്ക് എനർജിയും സ്റ്റാമിനയും ഒക്കെ കൊടുക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ബാറ്ററി മാൻ എന്ന് വിളിക്കാമെന്ന്. അങ്ങനെ അവർ തങ്ങൾക്ക് പേരൊക്കെ ഇട്ടു. എന്നിട്ട് അവരെല്ലാവരും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടു കൂടി കളിച്ച് തിരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് വൻസോ തിരികെ വീട്ടിലേക്ക് തുള്ളിച്ചടി വരികയാണ്. എന്നിട്ട് വേഗം വീട്ടിലെത്താൻ അവൾ ഒറ്റച്ചാട്ടം വെച്ച് കൊടുക്കും. നെക്സ്റ്റ് സെക്കൻഡിൽ അവൾ അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛൻ അപ്പോൾ വണ്ടിയുടെ ടയർ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് ടൈറ്റായിരുന്നത് കൊണ്ട് അച്ഛൻ അത് റെഡിയാക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ വൻസോ അച്ഛൻ കാണാതെ അതിലെ സ്ക്രൂ ഒരു വിരൽ കൊണ്ട് ജസ്റ്റ് തൊട്ട് അത് അഴിച്ചു വെച്ച് കൊടുക്കും. പക്ഷേ അച്ഛൻ ഇതൊന്നും അറിയാതെ ഓടി വന്ന് ടയറിൽ ചവിട്ടുമ്പോൾ അത് പെട്ടെന്ന് ഇളക്കി വരും. അച്ഛനപ്പോൾ ഫ്രണ്ടിലേക്ക് ഒന്ന് ആഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അച്ഛൻ ചമ്മീത് പുറത്ത് കാണിക്കാതെ തൻ്റെ പവർ കൊണ്ടാണ് ഇത് ശരിയായതെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് വൻസോയോട് പറയും, മോൾ എത്ര വലുതായാലും ഇനിയൊരു അമ്മൂമ്മയായാൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛാന്ന് ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതി, അച്ഛൻ അവിടേക്ക് ഒരു ഹീറോയെ പോലെ ഓടിയെത്തി മോളെ രക്ഷിച്ചു കൊള്ളാമെന്ന്. അത് കേൾക്കുമ്പോൾ വൻസോ ഇമോഷണൽ ആകുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. യാക്സൺ ഹോസ്പിറ്റലിലേക്ക് എന്തോ ആവശ്യത്തിന് വന്നതായിരുന്നു. യോങ്ഷന്റെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. യാക്സൺ അവിടെ വെച്ച് യോങ്ഷനെ കാണും. യാക്സൺ അയാളോട് ഭയങ്കര റെസ്പെക്റ്റോടെയാണ് പെരുമാറുന്നത്. കാരണം യാക്സണും അയാളുടെ ഒരു ഫോളോവർ ആയിരുന്നു. അങ്ങനെ സംസാരത്തിനിടയിലാണ് യോങ്ചൺ യാക്സന്റെ കയ്യിലെ ടാറ്റു ശ്രദ്ധിക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ യാക്സൺ തൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടന്നത് പറയും. അത് കേട്ടിട്ട് യോങ്ചൺ സർജറി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് യാക്സനോട് ചോദിക്കും. സൂപ്പർ പവറിൻ്റെ കാര്യമാണ് യോങ്ചൺ ഉദ്ദേശിക്കുന്നത്. പക്ഷേ യാക്സൺ ഒന്നും തുറന്നു പറയില്ല. തനിക്ക് ബെറ്റർ ഫീലിംഗ് വന്നു, പിന്നെ കുറച്ചുകൂടെ യങ്ങായി എന്ന് മാത്രമേ യാക്സൺ പറയുകയുള്ളൂ. എന്നിട്ട് യാക്സൺ തിരിച്ച് യോങ്ചണിൻ്റെ കൈ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് സമ്മതിക്കില്ല. യോങ്ചൺ എന്നിട്ട് നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ യാക്സൺ ഒരു ടാക്സി ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. നൈറ്റിൽ അദ്ദേഹം ടാക്സിയും ഓടിക്കുന്നുണ്ട്. ഒപ്പം നഴ്സിംഗ് എക്സാമിന് വേണ്ടിയും യാക്സൺ ഒരുങ്ങുന്നുണ്ടായിരുന്നു. യാക്സൺ ടാക്സിയിൽ കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അത് ചുൻഹായുടെ ആൾക്കാരായിരുന്നു. അവർ യാക്സനെ തട്ടിക്കൊണ്ട് ചുൻഹയുടെ മുന്നിലെത്തിക്കും. യാക്സണിൽ കുറെ ടെസ്റ്റുകൾ ചെയ്യാൻ പോവുകയാണ് ചുൻഹ. അതിനുവേണ്ടി മയക്കാനുള്ള മരുന്ന് അയാൾക്ക് കൊടുത്തെങ്കിലും അത് ഫുള്ളായിട്ട് വർക്കാകില്ല. പാതി ബോധം യാക്സന് ഇപ്പോഴുമുണ്ട്. അങ്ങനെ ചുൻഹ ഡോക്ടറിനോട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. പക്ഷെ ഡോക്ടർ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുപോലെ നിൽക്കുകയാണ്. അപ്പോഴാണ് യോങ്ചൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഡോക്ടർ ചുൻഹയുടെ സൈഡിൽ നിന്ന് മാറി യോങ്ചണിൻ്റെ സൈഡിലായിട്ടുണ്ടായിരുന്നു. യോങ്ചണിനെ അവിടെ കാണുമ്പോൾ ചുൻഹ പെട്ടെന്ന് ഷോക്കാകും. യോങ്ചൺ എന്നിട്ട് യാക്സന്റെ അടുത്ത് പോയി അയാളുടെ കഴുത്തിൽ പിടിച്ച് അയാളുടെ യുവത്വം എടുക്കാൻ നോക്കും. പക്ഷെ യാക്സന് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ യോങ്ചൺ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഡോക്ടറിന്റെ കഴുത്തിൽ പിടിക്കുമ്പോൾ ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ ചുക്കിച്ചുളിഞ്ഞ് ആരോഗ്യമില്ലാതെ പോയി മരിച്ചു പോകും. അപ്പോൾ യോങ്ചന് മനസ്സിലാകും തൻ്റെ പവർ ബാക്കി സൂപ്പർ പവേഴ്സ് ഉള്ളവരുടെ അടുത്ത് വർക്കാകില്ല എന്ന്. ഈ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്നവരെല്ലാം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യോങ്ചൺ തൻ്റെ ഡോക്ടറിനോട് ചോദിക്കും, കുറച്ച് ലിവർ ഒരാളുടെ ബോഡിയിൽ വെച്ചാൽ അത് പിന്നീട് വളരില്ലേ എന്ന്. ഡോക്ടർ അതിന് അതേ എന്ന് പറയും. അപ്പോൾ യോങ്ചൺ ഡോക്ടറിനോട് പറയും, കുറച്ച് മാത്രം ലിവർ യാക്സന്റെ ശരീരത്തിൽ നിർത്തിയിട്ട് ആ ലിവർ മുറിച്ച് തൻ്റെ ബോഡിയിൽ വെക്കണമെന്ന്. അങ്ങനെ സർജറി ചെയ്യാൻ പോവുകയാണ്. യാക്സന് നിലവിളിക്കാം എന്നല്ലാതെ മറ്റൊന്നിനും പറ്റില്ല. നെക്സ്റ്റ് നമ്മളെ ചുൻഹയെയാണ് കാണിക്കുന്നത്. സ്വന്തം അച്ഛനോട് അയാൾ തന്റെ പ്ലാൻ എല്ലാം തകർത്തതിൽ അവൾക്ക് നല്ല ദേഷ്യമാണ്. അതുകൊണ്ട് ബാക്കി സൂപ്പർ പവറുള്ള 4 പേരെയും പിടിച്ചുകൊണ്ട് വന്ന് പൂട്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവൾ ഉണ്ടാക്കും. അതുപ്രകാരം ചുൻഹയുടെ ആളുകൾ 4 പേരെയും പിടിക്കാൻ അവരുടെ പിന്നാലെ പോവുകയാണ്.
ഉന്തുവണ്ടിയും തള്ളിക്കൊണ്ട് കയറ്റം കയറുകയായിരുന്ന ഒരു മുത്തശ്ശിയെ സഹായിക്കുകയായിരുന്ന ജീസങ്ങിനെ ചുൻഹുവയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോകും. കണ്ണു കാണാൻ വയ്യാത്ത ഒരാളെ ട്രാഫിക് ലൈറ്റ് കൺട്രോൾ ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയായിരുന്നു കീഡോങ്. അവനെയും ആളുകൾ തട്ടിക്കൊണ്ടുപോകും. അതുപോലെ തന്നെ സുന്നുയെയും യോഗട്ട് വാങ്ങാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവർ തട്ടിക്കൊണ്ടുപോകും. അടുത്തത് ഇനി വൻസോ ആണ്. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകളോട് അവൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ വഴി പോവുകയായിരുന്ന വൻസോയുടെ അച്ഛൻ ഇത് കാണുന്നത്. അദ്ദേഹം പെട്ടെന്ന് ടെൻഷനായിട്ട് ആ ഫൈറ്റിൽ ഇടപെടും. അച്ഛൻ തന്റെ തേക്കൊണ്ട യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അദ്ദേഹം അവരെ തല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടെ തല്ലൊന്നും അവർക്കിട്ട് കൊള്ളില്ല. നടുവ് മുളുക്കി അവിടെ നിൽക്കത്തേ ഉള്ളൂ. മകൾ വൻസോ ആണ് അച്ഛൻ കാണാതെ എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നത്. വൻസോയുടെ അടിയിൽ ആളുകൾ പറന്നു പോകും. ഗുണ്ടകൾ ഇങ്ങനെ തെറിച്ചു പോകുന്നത് കാണുമ്പോൾ അത് തൻ്റെ അടിയുടെ ശക്തി കൊണ്ടാണെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. കുറേ അടി കൊണ്ട് കഴിയുമ്പോൾ ഗുണ്ടകൾക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ പേടിയാകും. അങ്ങനെ അവരെല്ലാം അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ സൂപ്പർ ഹീറോസിനെ കാണിക്കുകയാണ്. കീഡോങ്ങിന്റെ കൈവിരലുകൾ അവന് സ്നാപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉപകരണമിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനതുകൊണ്ട് പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ജീസങ്ങിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അയാൾ കൂർക്കം വലിച്ച് ഉറക്കമാണ്. സൊന്യോ ആണെങ്കിൽ തന്നെ വെറുതെ വിടണം, ആളു മാറിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ കട്ടായി നെക്സ്റ്റ് സീനിൽ ചുൻഹുവയെ കാണിക്കും. അവൾ ഡോക്ടറിനോട് തന്നെ ചതിച്ചതിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, മരിക്കാൻ കിടന്ന ഒരാൾക്ക് യുവത്വം കിട്ടിയെന്ന് വെച്ച് അയാളുടെ ആയുസ് കൂടാനൊന്നും പോകില്ലല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ ഒരു ചിരിയോടെ പറയും, അറിയില്ല, നമുക്ക് നോക്കാമെന്ന്. ചുൻഹുവ അങ്ങനെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ അവിടെ യോങ്ചനെ കാണുന്നില്ല. ഏതൊരു പയ്യനാണ് അവിടെയുള്ളത്. ആ പയ്യനോട് നീ ഏതാടാ എന്ന് ചുൻഹുവ ചോദിക്കും. അപ്പോൾ ആ ആൾ ചുൻഹുവയോട് ചോദിക്കുകയാണ്, മോൾക്ക് സ്വന്തം അച്ഛനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്ന്. അവിടെ നിൽക്കുന്ന ആ പയ്യനാണ് അവളുടെ വൃദ്ധനായിരുന്ന അച്ഛൻ യോങ്ചൻ. അയാളെ ഇപ്പോൾ കണ്ടാൽ ഒരു 25-30 വയസ്സേ പറയുകയുള്ളൂ. നല്ല സൗന്ദര്യവും ആരോഗ്യവുമുണ്ട്. അച്ഛൻ്റെ ഈ മാറ്റം കണ്ട് ചുൻഹുവ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോകും. യോങ്ചൻ തൻ്റെ പുതിയ രൂപം കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് യോങ്ചൻ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു അനുഭവം ഉണ്ടാകും. അയാളുടെ മുന്നിൽ ആ മിററിലായി ഒരു പോർട്ടൽ പോലെ ഒന്ന് ഓപ്പൺ ആവുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരുന്നുണ്ട്. യോങ്ചൻ അതിന് നേരെ കൈനീട്ടുമ്പോൾ അത് അയാളെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നോക്കും. അയാൾ അപ്പോൾ പെട്ടെന്ന് പഴയ പോലെ വൃദ്ധനാകുന്നത് പോലെ തോന്നുകയാണ്. പേടിച്ചു പോയ യോങ്ചൻ പെട്ടെന്ന് കൈപിടിവിച്ചിട്ട് തിരികെ റിയാലിറ്റിയിലേക്ക് വന്ന് ആ മിറർ ഇടിച്ചു പൊട്ടിച്ചു കളയും. അപ്പോഴെല്ലാം പഴയ പോലെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് യോങ്ചൻ തൻ്റെ ഫോളോവേഴ്സിനെല്ലാം തൻ്റെ സ്റ്റേഡിയത്തിലേക്ക് വിളിച്ചു കൂട്ടുന്നതാണ്. അവിടേക്ക് സൊന്യോ എന്ന ആശുപത്രിയിൽ പോയി കണ്ട ആ ഫയർ ഫൈറ്ററിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. ഒരുപാട് പാവങ്ങൾ യോങ്ചനാണ് പുതിയ ദൈവമെന്ന് വിശ്വസിച്ച് അവിടേക്ക് വരികയാണ്. ആ ആളുകളെയെല്ലാം തൻ്റെ ക്ലോൺസ് എന്നാണ് യോങ്ചൻ വിളിക്കുന്നത്. മകളിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിൽ പേടി തോന്നുന്നില്ലേ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അയാൾ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിക്കും. എന്നിട്ട് അയാൾ തൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ പുതിയൊരു രൂപത്തിൽ വന്ന യോങ്ചനെ ഗുണ്ടകൾക്ക് മനസ്സിലാകില്ല. തങ്ങളുടെ എനിമിയാണെന്ന് വിചാരിച്ച് ഗുണ്ടകൾ യോങ്ചനെ തല്ലാൻ ചെല്ലും. അപ്പോൾ യോങ്ചൻ തൻ്റെ കൈ വെച്ച് ഒരു ഗുണ്ടയെ തടയുമ്പോൾ അയാൾ പറന്നു പോകും. അപ്പോഴാണ് യോങ്ചന് തനിക്ക് ഇങ്ങനെയുള്ള പവർ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ആ ഗുണ്ടകളെയെല്ലാം പഞ്ഞിക്കെട്ട് പോലെ അയാൾ എടുത്തുപൊക്കി നിലത്തടിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് യോങ്ചൻ തന്നെയാണെന്ന് മനസ്സിലാകും. സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ കീഡോങ്ങിനെ കാണിക്കുകയാണ്. അവൻ തൻ്റെ കൈ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കാൽ വിരൽ കൊണ്ട് സ്നാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കുറേ തവണ ട്രൈ ചെയ്തിട്ടും അതിന് പറ്റുന്നില്ല. കീഴങ്ങനെ കാല് കോച്ചി പിടിക്കുകയുള്ളൂ. എങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ അവൻ കാല് കൊണ്ട് സ്നാപ്പ് ചെയ്യുന്നതിൽ സക്സസ് ആകും. അവൻ പവർ കൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ചെയ്യും. പക്ഷെ കറക്റ്റ് അപ്പോൾ അവിടേക്ക് 2 പേര് വന്ന് കീടോങ്ങിനെ മറ്റൊരിടത്തേക്ക് പിടിച്ചുകൊണ്ടു പോവുകയാണ്. അവൻ തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ ജീസങ് ഇതൊന്നും അറിയാതെ തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. സൊന്യോ പക്ഷെ ഇതൊക്കെ കാണുന്നുണ്ട്. കീടോങ് അങ്ങനെ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കാല് സ്നാപ്പ് ചെയ്ത് വൻസോയ്ക്ക് തങ്ങളെ 3 പേരെ തട്ടിക്കൊണ്ടുപോയി വേഗം രക്ഷിക്കാൻ വായെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ലൊക്കേഷനും ഷെയർ ചെയ്യും. എന്നിട്ട് കീടോങ് പവർ ഉപയോഗിച്ച് ജീസങ്ങിന്റെയും സൊന്യോയുടെയും ഡോറും തുറന്നു കൊടുക്കും. കീടോങ്ങിനെ കൊണ്ടുപോയി അവന്റെ കണ്ണ് തനിക്ക് സർജറി ചെയ്ത് വെക്കാനാണ് യോങ്ചന്റെ പ്ലാൻ. ഇതറിഞ്ഞിട്ട് കീടോങ് അവിടെ കിടന്ന് എന്റെ കണ്ണിൽ മാത്രം തൊട്ടുപോകരുത്, വേറെ എന്ത് വേണ്ടേലും ചെയ്തോ, കണ്ണെടുത്താൽ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലടാ ദ്രോഹികളെ എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങും. പക്ഷെ ആരും അത് വകവയ്ക്കാതെ സർജറി നടത്താൻ പോവുകയാണ്. അത് അവിടെ കട്ടായിട്ട് നമ്മളെ വൻസോയെ കാണിക്കുകയാണ്. മെസ്സേജ് കണ്ടിട്ട് വൻസോ കീടോങ്ങിനെയും ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ അവളെ തടയും. അച്ഛൻ വിചാരിക്കുന്നത് അവളെ ഏതോ ബുള്ളി ഗ്യാങ് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് അച്ഛൻ അവളെ പുറത്തേക്ക് വിടാൻ തയ്യാറാകില്ല. അപ്പോൾ വൻസോ പറയും, എൻ്റെ ഫ്രണ്ട്സിനെ ബുള്ളീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി പോലെയാണ്, അതുകൊണ്ട് തനിക്ക് അവരെ രക്ഷിക്കാൻ പോകണമെന്ന്. പക്ഷെ അച്ഛൻ അവളെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. അദ്ദേഹം വൻസോയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് അച്ഛൻ വൻസോയ്ക്കൊപ്പം തൻ്റെ വാഹനം കൊണ്ട് മകൾ പറഞ്ഞ ബുള്ളികളുടെ അടുത്തേക്ക് പോകുന്നതാണ്. അവർ ഗുണ്ടകളാണെന്നൊന്നും അച്ഛനറിയില്ല. അച്ഛൻ പറയും, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ എൻ്റെ പിറകിൽ നിന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന്. വൻസോ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മൈൻഡ് ആക്കാതെ വണ്ടിയിലിരിപ്പുണ്ട്.
അത് കഴിഞ്ഞ് സൊന്യുയെ കാണിക്കുകയാണ്. ജീസങ് എന്തു ചെയ്തിട്ടും എണീക്കാത്തത് കൊണ്ട് മുഖത്തിനിട്ട് ഒരൊറ്റ അടി കൊടുത്ത് സൊന്യു അയാളെ എണീപ്പിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി കീടങ്ങിനെ തപ്പിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് യോങ്ചുനെ കാണിക്കുകയാണ്. കീടങ്ങിന്റെ ഒരു കണ്ണ് അയാൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് രണ്ട് കണ്ണ് മാറ്റിവെക്കാൻ പറ്റിയില്ല. കീടങ്ങിന്റെ പവറിന്റെ പകുതി ഇപ്പോൾ യോങ്ചുനും കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ ഒരൊറ്റ സ്നാപ്പിലൂടെ കൺട്രോൾ ചെയ്യാൻ അയാൾക്കും പറ്റും. നെക്സ്റ്റ് കീടങ്ങിനെയാണ് കാണിക്കുന്നത്. കീടങ്ങിന്റെ കണ്ണൊക്കെ ഡ്രസ് ചെയ്ത് ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. അവന്റെ ഒരു കണ്ണ് മാറ്റി വെച്ചതുകൊണ്ട് പവേഴ്സ് ഒന്നും പഴയതുപോലെ വർക്കാകുന്നില്ല. അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആരോ കീടങ്ങിന്റെ കയ്യിൽ കയറി പിടിക്കും. കീടങ് പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ആ ആള് പറയും, എടാ ഞാനാടാ ബാറ്ററിമാൻ ആണെന്ന്. യോക്സന്റെ സർജറി കഴിഞ്ഞ് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. കീടങ് അപ്പോൾ യാക്സിനോട് പറയും, ചേട്ടാ നിങ്ങൾക്ക് ആളുകളെ ഹീൽ ചെയ്യാനുള്ള പവർ ഉള്ളതല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ശരിയാക്കുക എന്ന്. അപ്പോൾ യാക്സൻ നിരാശയോടെ പറയും, മോനെ ബാറ്ററിമാൻ്റെ ബാറ്ററിയൊക്കെ ഡെഡായി, അവർ എൻ്റെ ലിവറിൻ്റെ പകുതി കൊണ്ടുപോയി എന്ന്. കീടങ് അത് കേട്ട് ടെൻഷനാകും. എന്നിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ലായിരിക്കും, കുറേ വെള്ളം കുടിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എല്ലാം റെഡിയാക്കുക എന്ന്. എന്നിട്ട് കീടങ് തനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ യാക്സൻ കീടങ്ങിൻ്റെ കയ്യിലേക്ക് ഒന്നുകൂടെ പിടിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ യോങ്ഷന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ആകുന്നതാണ് കാണിക്കുന്നത്. ഫോളോവേഴ്സ് എല്ലാം തങ്ങളുടെ പുതിയ ദൈവം യോങ്ഷൻ വരുന്നതും കാത്തിരിക്കുകയാണ്. പല മാറാരോഗങ്ങളുള്ള ആളുകളും കുട്ടികളും മറ്റ് പല ആവശ്യങ്ങളുള്ളവരുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. യോങ്ഷനെ കാണാൻ വേണ്ടി അവർ ബഹളം കൂട്ടുകയാണ്. അപ്പോൾ വലിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടി യുവാവായ യോങ്ഷൻ സ്റ്റേജിന് താഴെ നിന്നും എൻ്റർ ആവുകയാണ്. ആ പുതിയ യോങ്ഷനെ കാണുമ്പോൾ ആളുകൾക്കാർക്കും അയാളെ മനസ്സിലാവുകയില്ല. യോങ്ഷൻ പറയും, ഞാനിതാ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഒരു യുവാവായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ആളുകൾക്ക് അയാൾ യോങ്ഷൻ ആണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആളുകൾ അയാളെ കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ സ്റ്റേജിൽ നിന്ന് പറന്നു പൊങ്ങിപ്പോയി ഒരു വാൾ മുഴുവൻ ഒറ്റയടിക്ക് തകർത്ത് കളയും. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഷോക്കായി പോകും. എന്നിട്ട് യോങ്ഷൻ അവിടെ ഉണ്ടായിരുന്ന കാല് ശോഷിച്ചു പോയ ഒരാളെ തൻ്റെ പവർ ഉപയോഗിച്ച് സുഖപ്പെടുത്തും. ആ വയ്യാത്ത ആളുടെ കാൽ നോർമലാകും. ആൾക്ക് നടക്കാൻ സാധിക്കും. അത് കണ്ടു കഴിയുമ്പോൾ ആളുകൾ ശരിക്കും ഞെട്ടും. അത് കഴിഞ്ഞ് അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മാരകമായ രോഗവും മാറ്റിക്കൊടുക്കും. ഇത്രയുമായപ്പോൾ ആളുകൾ യോങ്ഷൻ ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടേക്ക് ദേഹം മുഴുവൻ പൊള്ളിയ പാടുപോലെയുള്ള ഒരാൾ വന്നിട്ട് യോങ്ചന്റെ കാൽക്കലേക്ക് വീഴുകയാണ്. യോങ്ചൻ അയാളെ സുഖപ്പെടുത്തും. അതുകൂടിയാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും യോങ്ചനിൽ വിശ്വസിക്കുകയാണ്. ഫയർ ഫൈറ്ററിന്റെ വൈഫ് ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ ആ വയ്യാത്ത മനുഷ്യനെ തൊട്ട് നോക്കുന്നുണ്ട്. ആ സ്ത്രീയും യോങ്ചനിൽ വിശ്വസിക്കും. അങ്ങനെ കുറെ ആളുകളെ ഹീൽ ചെയ്തതുകൊണ്ട് തൻ്റെ എനർജി റിവൈവ് ചെയ്യാൻ വേണ്ടി യോങ്ചന് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. തൻ്റെ അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിക്കുന്ന ആളുകളോട് തന്നെ ഫോളോ ചെയ്ത് തൻ്റെ ബിലീവേഴ്സ് ആവുക എന്ന് പറയുകയാണ് യോങ്ചൻ. ആ കൂടിയിരുന്ന മുഴുവൻ ആളുകളും യോങ്ചനെ അപ്പോൾ ഒരു ദൈവത്തെ പോലെ സ്തുതിക്കാൻ തുടങ്ങും. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് വൻസോയും അച്ഛനും കൂടി ലൊക്കേഷൻ ഫോളോ ചെയ്ത് ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന്റെ അണ്ടർഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നതാണ്. ഈ വിവരം യോങ്ചനും അറിയുന്നുണ്ട്. അയാൾ താഴേക്ക് അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർക്ക് ഇയാൾ ഒരു ദുഷ്ടനാണെന്നൊന്നും അറിയില്ല. യോങ്ചൻ അവരെ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ വൻസോയെ നോക്കി തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വൻസോയെ പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് ഞാൻ നിങ്ങളുടെ തേക്കൊണ്ടയുടെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് അച്ഛന് നേരെ യോങ്ചൻ കൈ നീട്ടും. അച്ഛൻ അങ്ങനെ ഷേക്കാൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് യോങ്ചന്റെ കയ്യിലെ ടാറ്റു വൻസോ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ വൻസോ അച്ഛന്റെ കൈ തട്ട് മാറ്റിയിട്ട് യോങ്ചനിട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അയാൾ അപ്പോൾ തെറിച്ച് ദൂരെ പോകും. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആള് വില്ലനാണെന്ന് വൻസോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തന്റെ ടീംമേറ്റ്സിനെ ഇയാൾ തന്നെയാണ് തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമാകും. വൻസോയുടെ ചവിട്ട് കണ്ട് ഷോക്കായിട്ട് അച്ഛൻ അവളെ അടിമുടി ഒന്ന് നോക്കും. അവളുടെ ചവിട്ട് കൊണ്ട് യോങ്ചന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അയാൾ അത് കുറെ വെള്ളം കുടിച്ച് തന്നെ ശരിയാക്കും. എന്നിട്ട് അയാൾ അച്ഛനോട് തൻ്റെ മകൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ലേടോ, ഇങ്ങനെയാണ് മകളെ വളർത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഈ മുതിർന്നവരെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിചാരിക്കും യോങ്ചൻ ആയിരിക്കും വൻസോയെ ബുള്ളി ചെയ്യുന്ന ആളെന്ന്. അച്ഛൻ ഉടനെ തന്നെ ദേഷ്യത്തോടെ തൻ്റെ ജാക്കറ്റൊക്കെ അഴിച്ചു കളഞ്ഞ് തായ്ക്കൊണ്ടോ ഡ്രസ്സിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവുകയാണ്. അച്ഛൻ യോങ്ചനെ തല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അപ്പോൾ വൻസോ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയിട്ട് അച്ഛനെ തടയും. വൻസോയുടെ പവർ കണ്ട് അച്ഛൻ അപ്പോൾ ഒന്നുകൂടെ ഞെട്ടിപ്പോകും. അപ്പോൾ ഈ സമയം അവിടേക്ക് കീടങ്ങിനെ അന്വേഷിച്ചിറങ്ങിയ സൊന്യോയും ജീസങ്ങും വരും. വൻസോയുടെ അച്ഛനെ കണ്ടിട്ട് അവർ രണ്ടുപേരും അച്ഛനെ ഗ്രീറ്റ് ചെയ്ത് അച്ഛനോട് സുഖവിവരങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ അവസാനമായിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു എന്നൊക്കെ യോങ്ചൻ അപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ സൂപ്പർ ഹീറോസ് കേൾക്കുന്നേയില്ല. അവർ തങ്ങളുടെ പുതിയ പേരൊക്കെ പറഞ്ഞ് വീട്ടുകാരുമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ട് ദേഷ്യം വന്ന യോങ്ചൻ തൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. വൻസോ അപ്പോൾ അവരോട് പറയും, ഇയാൾ വില്ലനാണ്, ഇയാളുടെ കയ്യിലും ഒരു
ഒരു ടാറ്റു ഉണ്ടെന്ന്. അപ്പോൾ സൊന്യോ യോങ്ചനോട് ചോദിക്കും കീഡോങ്ങും യാക്സനും എവിടെയെന്ന്. അപ്പോൾ അയാൾ തൻ്റെ കയ്യിൽ ടാറ്റു ഉയർത്തി കാട്ടി താൻ അവരെ തിന്നു എന്ന് പറയും. യോങ്ചോന്റെ കയ്യിൽ ഇപ്പോൾ അവർ രണ്ടുപേരുടെയും ടാറ്റൂസിന്റെ കുറെ ഭാഗവും കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അയാളെ തല്ലാൻ വേണ്ടിയിട്ട് തേക്കൊണ്ട മൂസൊക്കെ കാണിച്ച് കറങ്ങി കറങ്ങി ചെല്ലുകയാണ്. പക്ഷേ യോങ്ചൻ അച്ഛനെ ഒറ്റത്തട്ടിന് ദൂരേക്ക് തട്ടിക്കളയും. പക്ഷേ കറക്റ്റ് സമയത്ത് വൻസോ അച്ഛനെ പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റില്ല. പക്ഷെ ബോധം പോകും. പെട്ടെന്ന് അവിടേക്ക് യോങ്ചൻ വന്ന് വൻസോയുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ടുപേരും കൂടി പറന്നും ചാടിയും ഒക്കെ ഫുൾ പവറിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. വൻസോ ഒരുപാട് സ്ട്രോങ് ആയതുകൊണ്ട് അവൾക്ക് ആദ്യം കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും. പക്ഷെ പിന്നീട് അയാൾ വൻസോയെ കറക്കി നിലത്തേക്ക് എറിയും. അവൾ നിലത്തേക്ക് വീണു പോകും. അപ്പോൾ യോങ്ചൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജീസങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജീസങ് അയാളെ ഊതി ദൂരേക്ക് എറിയും. യോങ്ചന് അതിൽ ചെറിയ എനർജി ലോസ് സംഭവിച്ചിട്ടുണ്ട്. അയാൾ നിലത്തുനിന്ന് എണീറ്റ് വന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ജീസങ് വെള്ളത്തിന്റെ ബോട്ടിൽസ് എല്ലാം ഊതിക്കളയും. അപ്പോൾ കലി കയറിയ യോങ്ചൻ തന്റെ പവർ ഉപയോഗിച്ച് കറണ്ട് ഒറ്റ സെക്കൻഡത്തേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡ് നോക്കുമ്പോൾ അയാൾ ഇവരുടെ പിന്നിലായി വന്ന് നിൽക്കുകയാണ്. അവർ പെട്ടെന്ന് ഷോക്കായി പോകും. വൻസോയെ അയാൾ വലിച്ചെറിയും. എന്നിട്ട് അയാൾ ജീസങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. ജീസങ് തന്റെ പവർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും യോങ്ചൻ അയാളുടെ നെറ്റിയിലേക്ക് വിരൽ കൊണ്ട് ഞൊട്ടി അയാളുടെ ബോധം കളയും. അത് കഴിഞ്ഞ് യോങ്ചൻ സൊന്യയുടെ പുറകെ പോവുകയാണ്. അവരെ പിടിച്ചിട്ട് അയാൾ തന്റെ ടാറ്റു സൊന്യയുടെ ടാറ്റുവിന്റെ ഒപ്പം വെക്കും. അപ്പോൾ യോങ്ചന് അന്ന് വാഷ്റൂമിൽ ഉണ്ടായ പോലെ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. സൊന്യോയ്ക്ക് വ്യത്യസ്തമായ ഒരു പവർ ഉണ്ടെന്ന് യോങ്ചന് മനസ്സിലാകും. മര്യാദയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അത് തനിക്ക് തന്നേക്കെന്ന് അയാൾ സൊന്യോയോട് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് സ്നാപ്പ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ കീടങ് വരികയാണ്. ഒപ്പം യാക്സനുമുണ്ട്. യാക്സൻ തന്റെ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് പവർ കൊണ്ട് കീടങ്ങിനെ കുറച്ച് സുഖമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യാക്സന്റെ നില ഇപ്പോഴും മോശം തന്നെയാണ്. എന്റെ കണ്ണെനിക്ക് തിരിച്ചു താടാ എന്നും പറഞ്ഞ് കീടങ് അലറുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി എല്ലാവരുടെയും പവർ ട്രാൻസ്ഫർ ചെയ്ത് യാക്സനെ കുറച്ചൊക്കെ സുഖപ്പെടുത്തും. ജീസങ്ങിനെയും അവർ തിരികെ ബോധത്തിലേക്ക് കൊണ്ടുവരും. യാക്സൻ അപ്പോൾ യോങ്ചനോട് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതൊക്കെ അപ്പോൾ ചതിയായിരുന്നല്ലേ? ഞാൻ എൻ്റെ വീടും കൂടെപ്പിറപ്പുകളെയും ഒക്കെ ഉപേക്ഷിച്ചാണ് നിങ്ങളെ വിശ്വസിച്ചത്. ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് നിങ്ങൾ എന്ത് നേടാനാണെന്ന് ചോദിക്കും. യോങ്ചൻ ഒരു കൂസലുമില്ലാതെ താൻ എല്ലാവരും ചതിക്കുകയാണെന്നുള്ള രീതിയിൽ മറുപടി പറയും. എന്നിട്ട് അയാൾ പറയും നിങ്ങൾക്ക് ദൈവത്തെ നേരിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ബോഡി കൂടി എനിക്ക് തരണമെന്ന്. അത് കേട്ടിട്ട് ദേഷ്യം വന്ന കീടങ് അയാൾക്ക് നേരെ ഒരു ഇരുമ്പ് വടി വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കണ്ണ് തടാ ദ്രോഹി എന്ന് പറയും. അപ്പോൾ യോങ്ചൻ അവനെ തല്ലാനായിട്ട് ചെല്ലുകയാണ്. അത് കാണുമ്പോൾ കീടങ് പേടിച്ച് ജീസങ്ങിന്റെ പിന്നിൽ പോയിട്ട് ജീസങ്ങിനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തും. അപ്പോൾ വൻസ ജീസങ്ങിനോട് പണ്ട് തങ്ങൾ ഫ്ലൂട്ട് ജീസങ്ങിന്റെ പവർ കൊണ്ട് എയർ കൺട്രോൾ ചെയ്ത് വായിച്ചതുപോലെ എയർ വൻസോയുടെ ദേഹത്തേക്ക് ഊതാൻ സിഗ്നൽ കൊടുക്കും. അയാൾ അതുപോലെ തന്നെ ചെയ്യും. വൻസ അപ്പോൾ പറന്നു ചെന്ന് യോങ്ചനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കും. അയാൾ തെറിച്ചു പോകും. എന്നിട്ട് എല്ലാവരും കൂടി സൊന്യയുടെ സഹായത്തോടെ ഒറ്റക്കെട്ടായി നിന്ന് യോങ്ചനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. കീടങ് തന്റെ പവർ ഉപയോഗിച്ച് അവിടുത്തെ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ യോങ്ചയുടെ ദേഹത്തേക്ക് ഇടും. അപ്പോൾ അയാൾ വലിയ കൂറ്റൻ കോൺക്രീറ്റ് കട്ടുകളുടെ അടിയിൽ പെട്ടുപോകും. പക്ഷെ അതൊക്കെ പൊട്ടിച്ച് യോങ്ചൻ ഇറങ്ങി വരികയാണ്. ആ ഒരു ഫൈറ്റിനിടയിൽ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി വാട്ടർ ടാങ്കിന് ഡാമേജ് പറ്റുന്നുണ്ട്. വെള്ളമെല്ലാം ലീക്ക് ആകാൻ തുടങ്ങും. പോരാത്തതിന് ആ കെട്ടിടത്തിന് കേടുപാടുകളും പറ്റി. അവിടെ അണ്ടർഗ്രൗണ്ടിൽ യോങ്ചൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തന്റെ കുറെ കൂറ്റൻ പ്രതിമകൾ ഉണ്ടായിരുന്നല്ലോ, അവയും പൊളിഞ്ഞു വീഴാൻ തുടങ്ങും. ആ പ്രതിമകൾക്കുള്ളിൽ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വസ്തു യോങ്ചൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കീടങ്ങിന് അത് കാണുമ്പോൾ മുന്നത്തെ പോലെ പഴയ എന്തൊക്കെയോ ട്രോമകൾ ഓർമ്മ വരികയാണ്. അന്ന് കുഞ്ഞു കീടങ്ങിന് അപകടം പറ്റിയപ്പോൾ ഫ്രണ്ട്സ് 4 പേരും അവനെ രക്ഷിക്കാൻ നിൽക്കാതെ ഓടിപ്പോയത് അവന് ഓർമ്മ വരും. കീടോങ് ഇങ്ങനെ വല്ലാതാകുന്നത് കാണുമ്പോൾ അവന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയമെല്ലാം മുകളിലെ സ്റ്റേജിൽ ആരാധനയും മറ്റും മുടങ്ങാതെ നടക്കുകയാണ്. പക്ഷേ ചുൻഹായ്ക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. കീടം കുലുങ്ങുന്നതൊക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ ബ്ലാസ്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫ്യൂൾ ടാങ്കിനെങ്ങാനും തീ പിടിച്ചാൽ നമ്മുടെയൊക്കെ കഥ കഴിഞ്ഞതാണെന്ന് യാക്സൻ പറയും. അവിടുത്തെ സ്റ്റേജിന് പതിവ് വിള്ളൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് യോങ്ചൻ ലീക്കായ വെള്ളം മുഴുവൻ തൻ്റെ ദേഹത്തേക്ക് അബ്സോർബ് ചെയ്തുകൊണ്ട് അവിടത്തേക്ക് വരുന്നത്. എന്നിട്ട് അവരെ ഓരോരുത്തരെയായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വൻസോടെ നെഞ്ചിനിട്ടിടിച്ച് അയാൾ ചോര തുപ്പിക്കും. വൻസോടെ ബോധം പോകും. അവളുടെ കയ്യിൽ ടാറ്റുവും മായാൻ തുടങ്ങും. സൊന്യു ഇത് കൊണ്ട് പേടിച്ചിട്ട് അവൾക്ക് CPR കൊടുക്കാൻ തുടങ്ങുകയാണ്. ബാക്കിയുള്ളവരും ഓടി വൻസോടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും അവൾ കണ്ണു തുറക്കുന്നില്ല. സൊന്യയുടെ പവർ കിട്ടുന്നതാണ് യോങ്ചന് ഏറ്റവും അത്യാവശ്യം. അയാൾ സൊന്യയോട് മര്യാദയ്ക്ക് അവരുടെ പവർ കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നു കളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ മറ്റു വഴികളൊന്നുമില്ലാതെ സൊന്യോ യോങ്ചന്റെ അടുത്ത് പോയി അയാളുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് സൊന്യോ അയാളെ ചീത്ത വിളിക്കാൻ തുടങ്ങും. നോക്കുമ്പോൾ സൊന്യയുടെ പിന്നിലായി ബാക്കി 4 പേരും തങ്ങളുടെ കൈ സൊന്യയുടേതുമായി കോർത്ത് പിടിച്ചിരിക്കുകയാണ്. യോങ്ചൻ വൻസോയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് സൊന്യോ യോങ്ചന്റെ റിസ്റ്റിലേക്ക് പിടിക്കും. അപ്പോൾ യോങ്ചന്റെ പവർ എല്ലാം കൂടി വൻസോയിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ തുടങ്ങും. അവളുടെ ടാറ്റു തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി യോങ്ചൻ അയാളുടെ കൈ വിടുവിക്കും. പക്ഷെ അയാളുടെ പകുതി ടാറ്റു മാഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ വൻസോ മാസായിട്ട് എണീറ്റ് വരും. അവൾക്ക് പഴയതിനേക്കാൾ പവർ കിട്ടിയിട്ടുണ്ട്. യോങ്ചന്റെയും അയാളിൽ ഉണ്ടായിരുന്ന കീടോങ്ങിന്റെയും യാക്സുന്റെയും പവേഴ്സിന്റെ കുറച്ച് പോർഷൻ അവളിൽ ഇപ്പോൾ ഉണ്ട്.
തിരികെ ബോധത്തിലേക്ക് വന്ന വൻസോ യോങ്ചനെ തൂക്കിയെടുത്തെറിയും. എയറിൽ നിർത്തി വരെ അവൾ അയാളെ ഇടിക്കും. എന്നിട്ട് അയാളെ ഹൈ വോൾട്ടേജ് കറണ്ടിലേക്ക് എറിയും. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന അയാൾ വൻസോയെ ഇടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒറ്റ അടി പോലും അവൾക്ക് ഏൽക്കുന്നില്ല. കാരണം അവൾ പഴയതിനേക്കാളും ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അവിടെ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. വൻസോ യോങ്ചനെ പന്ത് പോലെ തട്ടിക്കളിക്കും. അയാൾ തിരിച്ചു മുതിർത്ത് നിൽക്കുന്നുണ്ട്. ഫൈറ്റ് കാരണം ആ സ്റ്റേഡിയം തകരാൻ തുടങ്ങും. കൂടാതെ ആ പ്രതിമയ്ക്കകത്തുള്ള ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയുള്ള മെഷീനും ബ്ലാസ്റ്റ് ആകാൻ പോവുകയാണ്. യാക്സിന് ഇതിനെക്കുറിച്ച് ചെറിയ ധാരണയേ ഉള്ളൂ. ലൈറ്റ്നിങ് റോഡ് പോലുള്ള എന്തെങ്കിലും കൊണ്ട് അത് ഡിസ്പേഴ്സ് ചെയ്യണം, അതിൽ കൂടുതലൊന്നും തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയും. അവരെല്ലാവരും എന്തു ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കീടങ് പറയും, എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാമെന്ന്. അങ്ങനെ കീടങ്ങിന് സൊന്യയുടെ സഹായത്തോടെ എല്ലാവരും തങ്ങളുടെ പവർ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവൻ ആ ഭീമാകാരനായ മെഷീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കാണുമ്പോൾ അവന് തൻ്റെ ട്രോമ ഓർമ്മ വരുന്നുണ്ട്. കീടങ് ഭയന്നു പോകും. കീടങ്ങിന് ഒരു പക്ഷേ ചെറുപ്പത്തിലെ ഇതുപോലത്തെ ഒരു മെഷീനിൽ നിന്നും ഷോക്കേറ്റാണ് കാഴ്ചയ്ക്ക് പ്രശ്നം വന്നതെന്ന് തോന്നുന്നു. അതായിരിക്കും അവൻ ഈ മെഷീൻ കാണുമ്പോൾ ഇത്രയും പേടിയാകുന്നത്. പേടി കാരണം കീടങ് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറുതിലത്തെ പോലെ അവൻ്റെ ഫ്രണ്ട്സ് അവനെ ഇട്ടിട്ട് പോയിട്ടില്ല. അവരെല്ലാം അവനെ ചീർ ചെയ്തുകൊണ്ട് അവനൊപ്പം നിൽക്കുന്നതാണ് കാണുന്നത്. ആ ഒരു കാഴ്ച കാണുമ്പോൾ കീടങ്ങിന് ധൈര്യമാകും. അവൻ തൻ്റെ കണ്ണിലെ കെട്ടൊക്കെ അഴിച്ചു കളഞ്ഞ് ഓടിച്ചെന്ന് ആ മെഷീൻ്റെ അകത്തെ മെയിൻ വയർ ഡയറക്റ്റ് കൈകൊണ്ട് പൊട്ടിച്ചു കളയും. ഈ സമയം സ്റ്റേജിലോട്ടുള്ള ഇലക്ട്രിസിറ്റിയും ആ ഒരു പ്രദേശത്തെ മുഴുവൻ കറണ്ടും പോകുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു അത്. കീടങ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ വയർ ഡിസ്കണക്ട് ചെയ്യും. ആ മെഷീനും ഓഫാകും. കീടങ്ങിന് ഷോക്കേറ്റ് നിലത്തേക്ക് വീഴും. അപ്പോൾ അവിടുത്തെ കറണ്ടെല്ലാം തിരിച്ചു വരികയും ചെയ്യും. കീടങ്ങിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. കീടം കുഴപ്പമൊന്നും കൂടാതെ സേഫായിട്ട് വന്നാൽ നിന്നെ ഞാൻ എൻ്റെ ബ്രദറായിട്ട് കാണാമെന്ന് ജീസങ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീടം തൻ്റെ ജോലി സക്സസ് ആയി ചെയ്തിട്ട് തിരിച്ച് വന്നതുകൊണ്ട് ജീസങ്ങും കീടങ്ങും വഴക്കെല്ലാം മറന്ന് ഒറ്റക്കെട്ടാകും. ബാക്കിയുള്ളവർക്കും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നം സോൾവ് ആക്കി കുറേ ആളുകളുടെ ജീവൻ രക്ഷിച്ചു. അത് കഴിഞ്ഞ് അവരെല്ലാവരും തങ്ങളുടെ പവർ തിരികെ കിട്ടാനായി സൊന്യയോടൊപ്പം കൈകോർത്ത് പിടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് യോങ്ചാൻ ഇടയ്ക്കോട്ട് കയറി വന്ന് സൊന്യയുടെ കയ്യിൽ പിടിക്കും. എന്നിട്ട് എല്ലാവരുടെയും പവർ തൻ്റെ ബോഡിയിലാക്കാൻ നോക്കും. അവർക്ക് ആർക്കും കൈ വിടുവിക്കാൻ പറ്റുന്നില്ല. ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ യോങ്ചാൻ അതും തടയും. അപ്പോഴാണ് വൻസോ അച്ഛ എന്ന് ഉറക്കെ വിളിക്കുന്നത്. അത്രയും നേരം ബോധമില്ലാതിരുന്ന അച്ഛൻ അത് കേട്ട് അവിടേക്ക് ഓടി വന്ന് യോങ്ചാനിട്ട് ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അയാൾ തെറിച്ചു പോകും. എന്നിട്ട് അച്ഛൻ മോളെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛനോട് ക്ഷമിക്കും മോളെ, അച്ഛന് നേരത്തെ വരാൻ പറ്റിയില്ല, ആരാ എൻ്റെ കുഞ്ഞിനെ തല്ലിന്നൊക്കെ ചോദിച്ചു കരച്ചിലാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛന്ന് ഒന്ന് ഉറക്കെ വിളിച്ചപ്പോഴേക്കും അച്ഛൻ ഓടി വന്ന് മോളെ രക്ഷിച്ചു. ഈ സമയം എല്ലാവരും കൂടി തങ്ങളുടെ പവർ അവരവർക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവർക്കും തങ്ങളുടെ പവർ കിട്ടും. എന്നിട്ട് അച്ഛൻ ആ നീലക്കണ്ണനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് യോങ്ചനെ തല്ലാൻ പോവുകയാണ്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഇപ്പോൾ പഴയ പോലെ വൃദ്ധരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പവറുമില്ലാത്ത പഴയ മരിക്കാറായി കിടക്കുന്ന യോങ്ചൻ. അയാളുടെ പവറും കൂടി വൻസോയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. യോങ്ചന്റെ അവസ്ഥ കണ്ട് ദയ തോന്നി യാക്സൺ അയാളുടെ അടുത്ത് ചെന്ന് തൻ്റെ പവർ കൊണ്ട് അയാളുടെ രോഗം ഭേദമാക്കാനായിട്ട് നോക്കും. പക്ഷെ അപ്പോൾ യോങ്ചൻ അയാളുടെ കയ്യിൽ പിടിച്ചോട്ട് ചോദിക്കും, യാക്സൺ തനിക്ക് കൾട്ടിൻ്റെ ലീഡറാകാൻ താല്പര്യമുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ഇയാളെ രക്ഷിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് യാക്സന് ബോധ്യമാകും. തനിക്കൊരു നേഴ്സ് ആകാനാണ് ആഗ്രഹമെന്ന് യാക്സൺ പറയും. അപ്പോൾ കീടങ് സ്നാപ്പ് ചെയ്ത് അയാളിരിക്കുന്ന ചെയർ സ്റ്റേജിലേക്ക് ആൾക്കാരുടെ മുന്നിലേക്ക് ഉയർത്തും. അവിടെ ആളുകൾ നോക്കുമ്പോൾ യുവാവായി ശക്തനായി എന്നൊക്കെ പറഞ്ഞ യോങ്ചൻ ഇതാ വൃദ്ധനായി മരിക്കാനായിട്ട് തങ്ങളുടെ മുന്നിലിരിക്കുന്നു. അയാളിലുള്ള ആളുകളുടെ വിശ്വാസമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. മകൾ ചുൻഹായും ഇതെല്ലാം കാണുന്നുണ്ട്. യോങ്ചന്റെ കള്ളത്തരമെല്ലാം ഇനി എന്തായാലും വെളിച്ചത്ത് വരും. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് നമ്മുടെ സൂപ്പർ ഹീറോസിനെ കാണിക്കുകയാണ്. ഫൈറ്റൊക്കെ ചെയ്ത് എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ച് ഒരിടത്ത് വന്നിരിക്കുകയാണ്. അച്ഛൻ ഞാൻ പോയി വാനെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് പോകും. എല്ലാവരും തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. സൊന്യോയ്ക്ക് തൻ്റെ യോഗട്ടെല്ലാം ചീത്തയായി പോയി കാണുമോ എന്നോർത്ത് ടെൻഷനാണ്. കീടങ് ബാറ്ററിമാനോട് തൻ്റെ കണ്ണ് ബാക്കി കൂടി ശരിയാക്കി തരുമോ എന്ന് ചോദിക്കും. കൺവീനിയൻസ് സ്റ്റോറിൽ പോയി കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് ശരിയാക്കി തരാമെന്ന് പുള്ളിക്കാരൻ പറയും. സൊന്യോ ബ്ലൂടൂത്ത് മാനെ വിളിച്ചിട്ട് നമ്മൾ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെ കീടങ് പ്ലേ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വൻസോയുടെ അച്ഛനാണെങ്കിൽ ആദ്യം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരും. പിന്നെ കീ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അപ്പോൾ സൊന്യോ ചോദിക്കും, നമുക്ക് നമ്മുടെ ടീമിന് സൂപ്പർ ഹീറോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു പേരിട്ടാലോ എന്ന്. എല്ലാവരും അതിന് ഓക്കെ പറയും. എന്നിട്ട് അവർ സൊന്യോയോട് പേര് ആലോചിച്ചോളാൻ പറയും. ഇംഗ്ലീഷ് വേണോ അതോ കൊറിയൻ വേണോ എന്ന് സൊന്യോ ആലോചിക്കുകയാണ്.
സൊന്നു ചോദിക്കും, നമ്മൾ 5 പേരില്ലേ, അപ്പോൾ 5 പേരെ മീറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ വൻസോ എനിക്കറിയാമെന്ന് പറഞ്ഞ് ജീസങ്ങിന് നേരെ കൈ ഉയർത്തും. ഈ സമയം കീടങ്ങും നല്ലൊരു പാട്ട് കണ്ടുപിടിച്ചിട്ട് പ്ലേ ചെയ്യാനായി സ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജീസങ് വൻസോയുടെ കയ്യിലേക്ക് ഒരു ഹൈ ഫൈവ് അടിക്കും. കറക്റ്റ് പാട്ടും പ്ലേ ആകും. അവിടെ വെച്ച് ഫിലിമിൻ്റെ പേര് ഹൈ ഫൈവ് എന്നെഴുതി കാണിക്കുകയാണ്. അവരുടെ ടീമിൻ്റെ പേരും അത് തന്നെയാണ്, ഹൈ ഫൈവ്. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ കൂടി കാണിക്കുന്നുണ്ട്. ഫയർ ഫൈറ്റർ കിടക്കുന്ന ഹോസ്പിറ്റൽ കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് പുറത്തേക്ക് പോയി തിരികെ വരുമ്പോൾ ആരോ ഒരു ബോട്ടിൽ വെള്ളവും കുടിച്ചുകൊണ്ട് ഫയർ ഫൈറ്ററിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വൈഫ് കാണും. പക്ഷേ അവരിത് മൈൻഡ് ആക്കില്ല. എന്നിട്ട് അവർ അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഭർത്താവിനെയാണ്. വൈഫ് ഒരു നിമിഷം ഒന്ന് ഷോക്കായി പോകും. പിന്നീട് ഓടി വന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. ഭർത്താവ് സുഖം പ്രാപിച്ചതിൽ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വൈഫ് ആ കൾട്ടിലൊക്കെ പോയി ചേർന്നത്. എന്നിട്ട് അതൊക്കെ ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ആകെപ്പാടെ നിരാശയായി പോയിരുന്നു. ഇപ്പോൾ ഭർത്താവിനെ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. ഫയർ ഫൈറ്ററിനെ രക്ഷിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ബാറ്ററി മാനാണ്. അദ്ദേഹത്തെ കാത്ത് റൂമിന് പുറത്ത് ബാക്കി സൂപ്പർ ഹീറോസ് നിൽപ്പുണ്ടായിരുന്നു. ഫയർ ഫൈറ്ററിനെ രക്ഷിച്ചതിൽ സൊന്നുയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ടീം ഹൈ ഫൈവ് ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. അവരെല്ലാവരും അവിടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഫിലിം അവസാനിക്കുകയാണ്. ഈ ഫിലിം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കണ്ട് അഭിപ്രായം പറയുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.